ഒരിക്കൽ ഒറീസയുമായി യുദ്ധം ചെയ്ത് കൃഷ്ണദേവരായർ വിജയം കൈവരിച്ചു. ആ വിജയം ആഘോഷിക്കാനായി വിജയനഗര സാമ്രാജ്യം മുഴുവനും ഒരു ഉത്സവവേദിയാക്കി മാറ്റി. വീടുകൾ തോറും വർണ്ണവിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചു. വിജയം ആഘോഷിക്കുവാൻ രാജസദസ് വിളിച്ചുകൂട്ടി. ഒറീസയെ തോൽപ്പിച്ച കൃഷ്ണദേവരായ മഹാരാജാവ് വിജയിക്കട്ടെ! കൃഷ്ണദേവരായ മഹാരാജാവ് വിജയിക്കട്ടെ! മന്ത്രിവര്യന്മാരെ, നാം ഇന്ന് വളരെ സന്തോഷത്തിലാണുള്ളത്. ഈ വിജയം നമുക്ക് മറക്കാനാവാത്ത ഒന്നാണ്. അതിനാൽ ഇത് നമുക്ക് ആഘോഷിക്കണം. എന്താ വേണ്ടത്? രാജൻ, നമ്മുടെ വിജയത്തിന്റെ പ്രതീകമായി രാജ്യത്തിന്റെ മധ്യത്തിൽ ഒരു സ്മാരകം നിർമ്മിക്കാം. അതിൽ ധാരാളം കൊത്തുപണികളും ചെയ്യാം. മന്ത്രി പറഞ്ഞത് വളരെ നല്ല ഒരു ആശയമാണ്. ഇപ്പോൾ തന്നെ നിപുണനായ ഒരു ശില്പിയെ ക്ഷണിച്ച് ജോലികൾ ആരംഭിക്കുവിൻ. രാജാവിന്റെ ആജ്ഞാനുസരണം സ്മാരക സ്തംഭം നിർമ്മിക്കുന്ന ജോലികൾ ത്വരിതഗതിയിൽ നടന്നു. ശില്പി രാവും പകലും അധ്വാനിച്ച് കൊത്തുപണികൾ തുടർന്നു. ഒരു ശുഭദിനത്തിൽ ആഘോഷപൂർവം രാജാവ് സ്മാരക സ്തംഭം രാജ്യത്തിനായി സമർപ്പിച്ചു. പ്രജകളെ, മറ്റുള്ള മന്ത്രി പ്രമാണികളെ, ഈ സ്മാരക സ്തംഭം നമ്മുടെ വിജയസൂചകമാണ്. അതിനെ എല്ലാവരും മാനിക്കേണ്ടതാണ്. ഈ പരിസരം മുഴുവനും വളരെ ശുചിത്വത്തോടെ സൂക്ഷിക്കണം. നന്ദി. ഈ മനോഹരമായ സ്മാരക സ്തംഭം കരവിരുതോടെ ഉണ്ടാക്കിയെടുത്ത ശില്പി സുന്ദരവർമ്മന് നാം ചോദിച്ച പാരിതോഷികം നൽകുന്നതാണ്. ആ ശില്പി, നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചാലും. രാജൻ, ഈ ശില്പങ്ങൾ കൊത്തിയെടുക്കുന്നതിനായി അങ്ങ് തന്ന അനുമോദനങ്ങൾ മാത്രം മതി എനിക്ക്. അത് തന്നെ ധാരാളം. കൂടുതൽ പാരിതോഷികങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറയരുത്. നമ്മുടെ സന്തോഷത്തിനായി നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചേ പറ്റൂ. അപ്പോൾ ശില്പി സുന്ദരവർമ്മൻ ഒരു ഒഴിഞ്ഞ സഞ്ചി എടുത്ത് രാജാവിന്റെ നേർക്ക് നീട്ടി. രാജൻ, ഈ സഞ്ചി നിറയെ ലോകത്തിൽ വെച്ച് ഏറ്റവും അമൂല്യമായ വസ്തുക്കൾ നിറച്ചു തന്നാലും. അമൂല്യമായ വസ്തുക്കളോ? രത്നം, വൈഡൂര്യം, എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ. ധാരാളം നൽകാം. നിങ്ങളുടെ കലാവിരുദിന് ഒന്നും സമമാകില്ല. രാജൻ, അങ്ങ് പറഞ്ഞവയൊന്നും ലോകത്തിൽ വെച്ച് ഏറ്റവും അമൂല്യമായ വസ്തുക്കളല്ല. അവയ്ക്കൊരു വിലയുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ച വസ്തു അങ്ങ് തന്നെ കണ്ടുപിടിച്ച് തരികയാണെങ്കിൽ ഞാനത് സ്വീകരിച്ചു കൊള്ളാം. രാജാവിന് ആ വസ്തു എന്താണെന്ന് മനസ്സിലായില്ല. മറ്റുള്ള മന്ത്രിമാരും ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു. ശരി, ഈ ശില്പി പറയുന്ന അമൂല്യ വസ്തു എന്താണെന്ന് പറയുവാൻ തെന്നാലി രാമന് മാത്രമേ കഴിയുകയുള്ളൂ. അദ്ദേഹം ഇന്നിവിടെ ഇല്ലല്ലോ. അതിനാൽ നാളെ രാജദർബാറിലേക്ക് വന്നാലും അദ്ദേഹത്തോട് വരാൻ പറഞ്ഞ് നിങ്ങൾ ചോദിച്ചത് നാം നൽകാം. ശരി മഹാരാജൻ. പിറ്റേന്ന് ഒരു ഭടൻ തെന്നാലി രാമന്റെ വീട്ടിലേക്ക് പോയി. രാജാവിന് നേരിടേണ്ടി വന്ന പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞ് രാജദർബാറിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. രാജദർബാറിൽ രാജാവും മറ്റുള്ളവരും ശില്പിയും അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ തെന്നാലി രാമൻ അവിടെ എത്തി. തെന്നാലി രാമ, ഈ ശില്പിക്ക് ലോകത്തിലെ അമൂല്യ വസ്തു വേണമെന്ന് അതെന്താണെന്ന് താങ്കൾ തന്നെ പറഞ്ഞു തന്നാലും. ഇന്നലെ ഇവിടെ നടന്നതിനെ കുറിച്ച് കാവൽക്കാരൻ എന്നോട് പറഞ്ഞു. രാജൻ, വിഷമിക്കണ്ട. എവിടെ ശില്പി? ആ സഞ്ചി ഇങ്ങ് തരൂ. ശില്പി ആ സഞ്ചി തെന്നാലി രാമന് കൊടുത്തു. തെന്നാലി രാമൻ അതിന്റെ വായ ഇറുക്കി കെട്ടി. ശില്പി, ഇതാ, ഈ സഞ്ചിക്കുള്ളിൽ നിങ്ങൾ ചോദിച്ച ലോകത്തിലെ അമൂല്യമായ വസ്തുവുണ്ട്. വാങ്ങിയാലോ? വളരെ നന്ദി. വരട്ടെ മഹാരാജൻ. തെന്നാലി രാമൻ കൊടുത്ത ഒഴിഞ്ഞ സഞ്ചിയും എടുത്തുകൊണ്ട് ആ ശില്പി ഒന്നും പറയാതെ രാജസദസ്സിൽ നിന്ന് വിട പറഞ്ഞത് കണ്ട മഹാരാജാവ് അത്ഭുതപ്പെട്ടു. തെന്നാലി രാമ, രത്നങ്ങളും വൈഡൂര്യങ്ങളും വേണ്ടെന്ന് പറഞ്ഞ ശില്പി എങ്ങനെയാണ് താങ്കൾ കൊടുത്ത ഒഴിഞ്ഞ സഞ്ചി വാങ്ങിക്കൊണ്ടുപോയത്? അതൊഴിഞ്ഞ സഞ്ചിയല്ല രാജൻ. പോകുന്നിടമെല്ലാം വിജയ പതാകയുയർത്തി നീതിപൂർവം ഭരണം നടത്തുന്ന കൃഷ്ണദേവരായർ വാഴുന്ന വിജയനഗരത്തിന്റെ വായു നിറച്ച സഞ്ചിയാണ്. രാജൻ, ഈ ലോകത്തിൽ വായു ഇല്ലെങ്കിൽ ഒരു ജീവരാശിയുമില്ല. അതിനെയാണ് അമൂല്യ വസ്തുവായി ആ ശില്പി സൂചിപ്പിച്ചത്. തെന്നാലി രാമ, താങ്കളുടെ ബുദ്ധിക്ക് സമമായി ഒന്നും തന്നെയില്ല. നിങ്ങളെ ലഭിക്കുവാൻ വിജയനഗരം ഭാഗ്യം ചെയ്തിരിക്കുന്നു. ഇതിനുള്ള ശിക്ഷയായി. മഹാരാജൻ,
ഇന്ന് മുതൽ ഒരു ദിവസം പോലും താങ്കൾക്ക് അവധി തരുന്നതല്ല. രാജൻ, അതെ, താങ്കൾ ഇല്ലെങ്കിൽ ഈ രാജകൊട്ടാരത്തിൽ ഒരു കാര്യം പോലും നേരാൻ വണ്ണം നടക്കുന്നില്ലല്ലോ. നാം എന്ത് ചെയ്യാൻ? പ്രിയ കൂട്ടുകാരെ, എത്ര കെട്ടുപിണിഞ്ഞ പ്രശ്നമാണെങ്കിലും നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ തീർച്ചയായും അതിനൊരു പരിഹാരം കിട്ടും. ഇത് മനസ്സിലായോ? മന്ത്രിമാർ തെന്നാലിരാമനെ കുറിച്ച് അപവാദം പറഞ്ഞ് മഹാരാജാവിനെ ആശയക്കുഴപ്പത്തിലാക്കി. ഒരു മാസത്തിനു ശേഷം തെന്നാലിരാമൻ രാജദർബാറിലെത്തി. മഹാരാജാവിന് പ്രണാമം. തെനാലി, 15 ദിവസത്തിനകം മടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസം താങ്കളുടെ ഗ്രാമത്തിൽ എന്ത് ചെയ്യുകയായിരുന്നു? രാജൻ, ഞാൻ എന്റെ അവധിക്കാലത്ത് ഒരാളുടെ പക്കൽ നിന്ന് മായാജാല വിദ്യകൾ പഠിച്ചു കഴിഞ്ഞു രാജൻ. അങ്ങനെ